ID കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ട യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ കുണ്ടറ മുൻ SHO ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് സമൻസ് അയക്കാൻ ഉത്തരവിട്ടു. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ മുൻ SHOയും സർക്കിൾ ഇൻസ്പെക്ടറുമായിരുന്ന രതീഷ്, സബ് ഇൻസ്പെക്ടർ അംബരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, മനു എന്നിവരുൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് കോടതി നടപടി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 മജിസ്ട്രേറ്റ് സൂര്യ S. സുകുമാരൻ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഈ നിർണായക നടപടിയുള്ളത്. റാവുത്തർ ലോ ഫ്രെയിമിലെ അഭിഭാഷകനായ ഹാരിസ് റാവുത്തർ മുഖേന ഇരയായ സിനിലാൽ നൽകിയ സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈയൊരു ഇടപെടൽ. പരാതിയിൽ പറയുന്നതനുസരിച്ച് 2023 മാർച്ച് 13 രാത്രി 8 മണിയോടെ കാരിക്കാട് TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപമുള്ള ഒരു വീട്ടിൽ സബ് ഇൻസ്പെക്ടർ അംബരീഷും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അരുണും മനുവും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് സാധാരണ യുവാക്കളെ പോലെ ഫ്രീക്ക് ലുക്കിൽ മഫ്തിയിലെത്തിയിരുന്നു. അപ്രതീക്ഷിതമായി ഇവർ വീട്ടിൽ കയറിയതിനെ തുടർന്ന് അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചു. ശബ്ദം കേട്ടെത്തിയ സിനിലാൽ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തെളിയിക്കുന്നതിനായി ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ചതിലുള്ള വിരോധം മൂലം പോലീസ് ഉദ്യോഗസ്ഥർ സിനിലാലിനെ ക്രൂരമായി മർദ്ദിക്കുകയും ബലമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായി തടഞ്ഞുവെക്കുകയും വ്യാജമായ കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് നിക്ഷിപ്തമായ അധികാര പരിധി ലംഘിച്ച് മറ്റൊരു പോലീസ് സ്റ്റേഷനായ കിളിക്കൊല്ലൂരിന്റെ പരിധിയിൽ നിയമപരമായ അധികാരമോ ഔദ്യോഗിക ചുമതലയോ ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെന്ന് സ്വകാര്യ അന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ഒരു പൗരൻ ആവശ്യപ്പെട്ടിട്ടും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ കാണിക്കാൻ തയ്യാറാകാതിരുന്നത് ഗുരുതരമായ അധികാര ദുരുപയോഗത്തിന്റെയും നിയമലംഘനത്തിന്റെയും ഭാഗമാണെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പരാതിക്കാരന്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷിമൊഴികൾ, മെഡിക്കൽ രേഖകൾ, സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ തെളിവുകളും പരാതിയിലെ ആരോപണങ്ങളും പ്രാഥമികമായി പരിശോധിച്ച കോടതി കേസെടുക്കാൻ തക്ക സാഹചര്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതികൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കാൻ ഉത്തരവിട്ടത്. ക്രിമിനൽ നിയമം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പോലീസ് അതിക്രമം, പൊതു അധികാരികളുടെ അധികാര ദുരുപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിയമസഹായം നൽകി വരുന്ന സ്ഥാപനമാണ് കേസ് എടുത്ത റാവുത്തർ ലോ ഫ്രെയിം. പൊതുജനങ്ങളോട് ക്രമസമാധാന പാലനത്തിന്റെ പേരിൽ അതിക്രമം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വകാര്യ അന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ക്രിമിനൽ നടപടികൾ ആരംഭിച്ചത് വലിയ നിയമവികസനമായാണ് നിയമവർത്തമാനങ്ങളിൽ വിലയിരുത്തപ്പെടുന്നത്. ഒരു പൗരന് തന്റെ ഭരണഘടനാപരവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൃത്യമായ തെളിവുകളോടെ കോടതിയെ സമീപിച്ചാൽ അധികാര കസേരയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി സാധ്യമാണ് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ ഉത്തരവ്. എങ്കിലും കേസിലെ ആരോപണങ്ങളുടെ അന്തിമ സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ നടക്കുന്ന വിചാരണാ നടപടികൾ പൂർത്തിയാകുന്നതോടെ മാത്രമേ ഔദ്യോഗികമായി നിർണയിക്കപ്പെടുകയുള്ളൂ.